കണ്ണു തുറന്ന് അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യീശോയെ കാണാം. ഈ സാന്നിധ്യത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. ഈ ലോകത്തിന്റെ ഏതു കോണിൽ നീ ആയിരുന്നാലും മോനെ, നിന്റെ ജീവിതം ഇതുപോലെ അനുഗ്രഹിക്കപ്പെടുന്ന സുന്ദരമായൊരു നിമിഷം നിന്റെ ജീവിതത്തിൽ കിട്ടില്ല. കാരണം അനുഗ്രഹത്തിന്റെ ദാതാവായ കർത്താവ് നിന്റെ കൂടെയുണ്ടല്ലോ. സ്നേഹസമ്പന്നനായ ഈശോ നിന്റെ കൂടെയുണ്ടല്ലോ. എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണമായ കർത്താവ് തന്നെ നിന്റെ ചാരയുണ്ടല്ലോ. ഇത് അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. ഇത് അഭിഷേകത്തിന്റെ നിമിഷമാണ്. ഇത് സ്നേഹം നിന്നിലേക്ക് കരകവിഞ്ഞൊഴുകുന്ന നിമിഷമാണ്. ഇത് ദൈവം നിന്നോട് സംസാരിക്കുന്ന നിമിഷമാണ്. ഇത് ദൈവം നിന്നോട് സംവദിക്കുന്ന നിമിഷമാണ്. നിന്റെ വേദനകളിലും നിന്റെ സങ്കടങ്ങളിലും നിന്റെ കണ്ണുനീരിലും നിന്റെ ദുഃഖത്തിലൊക്കെ, നിന്റെ രോഗങ്ങളുടെയും നിന്റെ തകർച്ചയുടെ നടുവിലൊക്കെ ഇതാ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം ഈ അൾത്താരയിലുണ്ട്. ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് എല്ലാ മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. മുട്ടുകുത്തിയോ നിന്നോ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ എല്ലാവരും തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഹൃദയത്തിൻ്റെ വേദനകളൊക്കെ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹൃദയം കൊണ്ടെങ്കിലും ദൈവത്തെ വിളിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ ഈ അൾത്താരയിൽ. നിന്റെ വേദനകൾക്കുള്ള ഉത്തരം നിന്നോട് പറയുന്ന ഒരു ദൈവമുണ്ടല്ലോ. സങ്കീർത്തകൻ തന്റെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചുവെന്നല്ലേ വചനം പറഞ്ഞത്. അപ്പോ വചനം തന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, അദൃശ്യമായ ഇടിമുഴക്കത്തിന്റെ സ്വരത്തിലൂടെ കർത്താവ് അവന് ഉത്തരമരുളിയുന്നു. കഷ്ടതയുടെ നടുവിൽ സങ്കീർത്തകൻ, വേദനയുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ സങ്കീർത്തകൻ ദൈവത്തെ വിളിച്ചപ്പോ ദൈവം ഉത്തരം നൽകിയ വഴി കണ്ടു. മോനെ, നിന്റെ ജീവിതത്തിന്റെ പ്രയാസം, പ്രതിസന്ധി, സങ്കടം, ദുഃഖം, വേദന, കണ്ണുനീരിന്റെ അനുഭവം എന്തുവാകട്ടെ, ഒരുപക്ഷെ നിന്നെ പിടിച്ചുലയ്ക്കുന്ന, നിന്റെ കുടുംബത്തെ അലട്ടുന്ന, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ മക്കളെയൊക്കെ ഭാരപ്പെടുത്തുന്ന പല സങ്കടങ്ങളുടെ നടുവിലാകാം നിന്റെ ജീവിതം. പ്രശ്നം എത്ര വലുതാകട്ടെ, പ്രശ്നത്തിന്റെ കാഠിന്യം എത്ര ഗൗരവമുള്ളതാകട്ടെ, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ കാലയളവ് എത്ര വർഷം പഴക്കമുള്ളതാകട്ടെ, മോനെ, ഇതാ ഈ അൾത്താരയിൽ നിന്ന് ദൈവം നീ കടന്നു പോകുന്ന പ്രശ്നത്തിനുള്ള ഉത്തരം പ്രഖ്യാപിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിന്റെ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നീ കടന്നു പോകുന്ന പ്രശ്നത്തിനുള്ള ഉത്തരം ഞാനാണെന്ന് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നിന്റെ പ്രശ്നത്തിനുള്ള കാരണം എന്താണെന്ന് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഹൃദയം തുറന്ന് എളിമയോടെ നിന്നിട്ട് അത് കേൾക്ക്. അല്ലെങ്കിൽ നീ അഭിമുഖീകരിക്കുന്ന സഹനത്തിനും, നീ അഭിമുഖീകരിക്കുന്ന സങ്കടങ്ങളുടെയും, നീ കടന്നു പോകുന്ന ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും തിരസ്കരണങ്ങളെയും കളിയാക്കലിന്റെയും ഒക്കെ പരിഹാരം എന്നിലുണ്ടെന്ന് ഈശോ പറയുന്നുണ്ട്. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ. എന്താ മോളെ നിന്റെ സങ്കടം? എന്താ മോനെ നിന്റെ സങ്കടം? നീ ഈശോയോട് പറ. നിന്നെ കേൾക്കാൻ ആരുമില്ലേ? നിന്നെ കേൾക്കാൻ ഒരു ദൈവം ഉണ്ടല്ലോ. നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലേ? നിന്നെ കുരിശോളം മനസ്സിലാക്കിയൊരുവൻ ഈ അൾത്താരയിലുണ്ടല്ലോ. നിന്നോട് ക്ഷമിക്കാത്ത പലരും ഉണ്ടല്ലേ? ഇതാ നിന്നെ അവസാനത്തുള്ള രക്തത്തിലും ക്ഷമിച്ചൊരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. നീ ആർക്കും വേണ്ടാത്തവനാകാം,
നിന്റെ ജീവിതം ഒറ്റപ്പെട്ടു പോയി കാണും. എന്തിനെങ്ങനെ ജീവിക്കണമെന്ന് പോലും ഒരുപക്ഷെ ചിന്തിച്ച ജീവിതത്തിന്റെ ഇന്നലകൾ നിന്റെ ജീവിതത്തിലുണ്ടാകാം. നിന്നെ വിലയുള്ളവനായി കണ്ട ഒരു കർത്താവ് അൽത്താരയിലുണ്ട്. നിന്റെ ആത്മാവിന് സ്വന്തം പുത്രന്റെ രക്തത്തിന്റെ വിലയുണ്ടെന്ന് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയില്ലേ? വിലകെട്ടവരല്ല നമ്മൾ, വിലയുള്ളവരാണെന്ന് സ്വർഗം നമ്മളെ പഠിപ്പിച്ചു. സ്വർഗത്തോളം വിലയുണ്ട് നമ്മുടെ ആത്മാവിന്. അതുകൊണ്ട് നിന്റെ സങ്കടങ്ങൾക്ക് ഈശോയിൽ ഉത്തരവുണ്ട്, നിന്റെ വേദനകൾക്ക് ഈശോയിൽ ഉത്തരവുണ്ട്, നിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്ക് ഈശോയിൽ ഉത്തരവുണ്ട്. അതൊന്ന് വിശ്വസിച്ചേ. ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് കണ്ടു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവമേ നീ എന്നോട് സംസാരിക്കാൻ പറ. ഉള്ളുകൊണ്ട് നിങ്ങളൊന്ന് ആഗ്രഹിച്ചേ. ഏത് വിഷയത്തിലാണ് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കള് തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്നവരുണ്ട്. ഈശോയോട് പറഞ്ഞ് ഈശോ നിന്നോട് സംസാരിക്കും. വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ, വചനത്തിലൂടെ, അവന്റെ സ്നേഹത്തിന്റെ സംഭാഷണത്തിലൂടെ എല്ലാം ഈശോ നിന്നോട് സംസാരിക്കും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്ന ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും കർത്താവിന്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ ഉള്ളം കൈ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ, പതറല്ലേ, കരയല്ലേ നീ. അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ, പതറല്ലേ, കരയല്ലേ നീ. അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുകുത്തുന്നു. എൻ്റെ ആത്മാവിൻ്റെ രോഗമായ പാപത്തിൽ നിന്ന് ഇടപെട്ടിട്ട് എന്നെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കാൻ പറ. അങ്ങനെ എനിക്ക് വേണ്ട സൗഖ്യം തരാൻ പറ. ആഗ്രഹത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന.